വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി പ്രത്യേക ഫീസ് നൽകണം. മൂന്നാറിലേക്ക് എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനുള്ള പദ്ധതി മൂന്നാർ ഗ്രാമപഞ്ചായത്താണ് നടപ്പിലാക്കുന്നത്. ഫീസ് എത്ര എന്നത് പിന്നീട് തീരുമാനിക്കും. മാലിന്യം ശേഖരിക്കുന്നവരുടെ വേതനം, സംസ്കരണ ചിലവ് എന്നിവ ഉറവിടത്തിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. ആദ്യം അവിടെ നിന്നുള്ള പ്രതികരണത്തിലേക്ക്. പഞ്ചായത്തിൽ തനത് വരുമാനം കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി രണ്ട് കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് മൂന്നാറിൽ വരുന്ന വിനോദസഞ്ചാരമായി മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങളിൽ പ്രവേശന ഫീസ് ഈടാക്കുക. മാലിന്യം സംസ്കരിക്കുന്നതിന് ആ തുക ഉപയോഗിക്കുന്നതിന് തനത് ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുക. സുബിൻ തോമസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുബിൻ, നമുക്കറിയാം ഇതൊരു വേനലവധി കാലമാണ്. വിനോദസഞ്ചാരികളുടെ വലിയ രീതിയിലുള്ള ഒഴുക്ക് മൂന്നാറിൽ തുടരുന്ന സമയമാണ്. ഇതിനിടെയാണ് ഒരു ഇരുട്ടടിയായി ഇത്തരത്തിൽ ഒരു ഫീസ് ഈടാക്കുന്നു എന്ന വാർത്ത കൂടി എത്തുന്നത്. എന്തായാലും ഈ തീരുമാനം എന്നു മുതൽ പ്രതീക്ഷിക്കാം? ആഗസ്റ്റ് മാസം മുതൽ ഈ തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫീസ് ഈടാക്കുന്ന നടപടിയിലേക്ക് കടക്കാനാണ് എന്തായാലും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ തീരുമാനം അത് മൂന്നാറിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയും എന്തായാലും ഉടലെടുക്കുന്നുണ്ട്. പ്രധാനമായും ഈ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ, അതായത് മൂന്നാറിന്റെ പല മേഖലകളിലും വലിയ രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യാനായി ജീവനക്കാരെ നിയോഗിച്ചിട്ടുമുണ്ട്. ഇവരുടെ വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധിക ബാധ്യതയായി പഞ്ചായത്തിന് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉറവിടത്തിൽ നിന്ന് ഈ തുക കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പഞ്ചായത്ത് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ഇത് നടപ്പാക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. ഇനിയുള്ളത് മറ്റ് ജനപ്രതിനിധികളുമായും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളുമായും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ജില്ലാ കളക്ടറോടുമായി സംസാരിച്ച ശേഷമാവും ഈ ഒരു ഫീസ് ഈടാക്കുക. പ്രധാനമായും മൂന്നാറിലേക്ക് എത്തുന്ന വിവിധ വഴികൾ, അതായത് പഴയ മൂന്നാർ, ദേവികുളം, അതോടൊപ്പം തന്നെ ചട്ടം മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഇത്തരത്തിൽ ഫീസ് ഈടാക്കുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വാഹനങ്ങൾ അനുസരിച്ച്, അതായത് വാഹനങ്ങളുടെ വലുപ്പം അനുസരിച്ചാവും ഈ ഒരു ഫീസ് നിശ്ചയിക്കുക എന്നുള്ളതാണ് നിലവിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ മാലിന്യങ്ങൾ പൊതുയിടത്ത് നിക്ഷേപിക്കാതെ തിരിച്ച് നൽകിയാൽ ഈ തുക തിരികെ നൽകുന്ന ഒരു ക്രമീകരണവും നിലവിൽ അത്തരത്തിലൊരു സാധ്യതയും അവർ പരിശോധിക്കുന്നുണ്ട്. ഈ തുക തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു ഫീസ് ഈടാക്കുന്നത് മൂലം മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. ഈ നിലവിൽ ഏകദേശം 1500 മുതൽ 2500 വരെ വാഹനങ്ങളാണ് ഏകദേശം ഒരു ദിവസം ഈ മൂന്നാർ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇത് സീസണിൽ ഏകദേശം 5000-ന് മേളിൽ പോകുമെന്നുള്ളതാണ് കണക്കുകൾ. അത്തരത്തിൽ വലിയ രീതിയിൽ ശരി സുബിൻ, എന്തായാലും മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ ഫീസ് നൽകേണ്ടി വരും എന്നുള്ളതാണ് സുബിൻ തോമസ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.